ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഫുഡായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൂ ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ടോപ്പിക് ഇതാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗിഫ്റ്റുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഗിഫ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണുള്ളത്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ് സത്യം, അല്ലേ? അതായത് നമുക്കൊരു സാധനം ചുമ്മാ കൊണ്ട് കിടന്നതിനേക്കാളും ഒരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ട് കിടമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ, അല്ലേ? അത് എല്ലാവർക്കും അത് ഇഷ്ടവും അല്ലെങ്കിൽ ഒരു സർപ്രൈസിങ് ഫാക്റ്റ് ആണല്ലോ, അതല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, അല്ലേ? ഇനി അത് നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളവരായിരിക്കാം, ഏതെങ്കിലുമൊക്കെ കിടക്കില്ല, അല്ലേ? ഇനി നമുക്കത് കിട്ടുമ്പോൾ അതിനുള്ള സന്തോഷവും വേറെ തന്നെയാണ്. നമ്മൾ എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് കിട്ടുന്ന സമ്മാനങ്ങൾക്ക് മാധുര്യം കൂടുതലാണ്, അല്ലേ? അതായത് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും കുറച്ചും കൂടി അതിനെ സ്ട്രോങ് ആവാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ട് സമ്മാനം കൊടുക്കാൻ മാത്രമേ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകും എന്നൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും ഇടയ്ക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നമുക്ക് കിട്ടുന്നതും നമ്മൾ കൊടുക്കുന്നതും അതൊരു മൊമെന്റ്സ് നമുക്ക് മെമ്മറി കുറച്ചും കൂടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ സമ്മാനം എന്ന് പറയുന്നത് ഭയങ്കര വലിയ സമ്മാനങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ചെറിയ ചെറിയ നമ്മൾക്ക് പറ്റുന്നത് പോലെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ. അതായത് ഭയങ്കര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മളുടെ പേരൻസിനായാലും പാർട്ട്നേഴ്സായാലും കുട്ടികൾക്കായാലും അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലേ? അതായത് ഇപ്പോൾ ഒരു ബർത്ത്ഡേസിനോ വെഡിങ് ആനിവേഴ്സറീസിനോ അല്ലെങ്കിൽ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, പേരൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ, വാലന്റൈൻസ് ഡേ, ആനിവേഴ്സറീസ്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ ജസ്റ്റ് ഒരു പൊതിഞ്ഞ് കൊടുക്കുന്നത് അവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളൊക്കെ എഫേർട്ടിന് എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ, സർപ്രൈസുകൾ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് കിട്ടാനും ആഗ്രഹമുള്ളതാണ്. നമ്മൾ ഈ എഫേർട്ട് ഇട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ആൾക്കാരുടെ മുഖത്തെ സന്തോഷവും ചില സമയത്ത് ഇപ്പൊ പേരൻസിനൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ സീനൊക്കെ വഷളാവും. കാരണം അതങ്ങനെയാണ്, കുറച്ച് ഇമോഷൻസ് കൂടി വരും, അല്ലേ? പേരൻസിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനായാലും ഇൻലോസിനായാലും ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിനായാലും നമ്മുടെ ഏറ്റവും അടുത്ത കസിൻസ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ, അതായത് അവരൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമല്ലേ? അതായത് അപ്പോൾ അവരുടെ സന്തോഷം കാണാൻ പറ്റുക, നമ്മൾ കാരണം മറ്റൊരാളെ സന്തോഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ സർപ്രൈസുകൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിനും അത് കുറച്ചും കൂടി ഉള്ള റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സും പ്രോബ്ലംസും ഒക്കെ ഈ ഒരു മൊമെന്റിൽ നമ്മൾ ശരിക്കും മറക്കുമെന്നുള്ളതാണ് സത്യം, അല്ലേ? ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്തു നോക്കുക. അതായത് നിങ്ങളുടെ പാരൻസിനോ പാർട്ട്നേഴ്സിനും കുട്ടികൾക്ക്, ഫ്രണ്ട്സിന്, കൊളീഗ്സിന് ഒക്കെ, അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത അവരുടെ ബർത്ത്ഡേസിലൊക്കെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു 5 സ്റ്റാറോ ഡയറി മിൽക്കോ ഒക്കെ, അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഏതൊരു സാധനവും നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നേ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക, ലൈക്ക് എന്താ പറയുക, ജസ്റ്റ് ഹാപ്പി ആകാൻ. അതായത് നമുക്കെന്താ
ഒരു സന്തോഷം, ഒരു രസം. പിന്നെ ഈ പലരും ഇപ്പം ചെയ്യാറില്ല, ഇങ്ങനെ കോട്ടൊക്കെ എഴുതി വെച്ചിട്ട് പല സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവസാനം ഗിഫ്റ്റ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് എന്തായാലും ഏറ്റവും നല്ലതായിരിക്കാനും ശ്രമിക്കാറുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ വിലയോ വലിപ്പമോ അല്ല നമ്മൾ നോക്കേണ്ടത്. അവര് നമ്മൾക്ക് വേണ്ടി തന്ന എഫേർട്ടിനും നമ്മൾ ഓർത്ത് വെച്ച് നമ്മളെക്ക് വേണ്ടി തന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അപ്രീസിയേഷൻ ചെയ്യേണ്ടത്. പല ആൾക്കാരും ഗിഫ്റ്റിന്റെ വലിപ്പം നോക്കിയിട്ടാണ് സന്തോഷിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നണില്ല. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 1 രൂപയുടെ മിഠായി പോലും എനിക്ക് പറയാണ്ട് മേടിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നമ്മൾ കൊണ്ട് തന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ കിട്ടുന്ന സാധനത്തിന്റെ വലിപ്പമല്ല, അയാളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് നമുക്ക് കൊണ്ട് തന്നത്. ഇല്ലെങ്കിൽ ഏതൊരാളായാലും ഇപ്പൊ പാരൻസിനാണെങ്കിലും നമുക്ക് കൊടുക്കണം, അല്ലെ പാരൻസ് നമുക്ക് തരണമെന്ന് നിയമമൊന്നും ഇല്ല. അതുപോലെ തന്നെ ആനിവേഴ്സറീസ് ആയാലും ബർത്ത്ഡേസ് ആയാലും നമ്മുടെ പാർട്ട്ണർ നമുക്ക് ഗിഫ്റ്റ് തരണമെന്ന് നിയമവും ഇല്ല, അല്ലേ? പക്ഷെ അതൊരു ഹാപ്പിനെസ്, ഒരു ലൈഫിന്റെ ഭാഗം, ഒരു സന്തോഷം മാത്രമാണ്, അല്ലേ? അപ്പോൾ ആ കിട്ടുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ ഭയങ്കര വലുതാണ്. അല്ലാതെ അതിന്റെ വിലയോ വലിപ്പമോ അല്ല നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ അതായത് കിട്ടുന്ന സാധനത്തിന്റെ വലിപ്പവും പ്രൈസ് ടാഗും നോക്കി നമ്മൾ സ്നേഹിക്കാൻ നിന്ന് ഒരിക്കലും എവിടെയും വെക്കില്ല, അല്ലേ? നമുക്ക് അത് ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കാൻ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ട്രൈ ചെയ്യാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയും ഞാൻ പറയാൻ വന്നോളൂ. അതുപോലെ തന്നെ അത് നമ്മുടെ പാർട്ട്നേഴ്സിനായാലും നമുക്ക് വേണം, അവർക്ക് ആഗ്രഹമുള്ള സാധനം നമ്മൾ സർപ്രൈസ് ആയിട്ട് അവരുടെ ബർത്ത്ഡേസിന് ആനിവേഴ്സറിക്കും ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇരട്ടിയാണ്. കാരണം ഇതിലേക്കൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അത് ഏതൊരു ബന്ധത്തിലും നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഒരിക്കലും ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയി. പിന്നെ എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്നത് ബാധകമല്ല. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആനിവേഴ്സറീസും ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്യുക. ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഗിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്തെങ്കിലുമൊക്കെ സക്സസ് ആയാലും പൊതുവെ സ്ത്രീകൾക്കാണ് ഗിഫ്റ്റുകൾ കൊടുക്കാനും കിട്ടാനും സർപ്രൈസുകൾ പ്ലാൻ ചെയ്യാനും സ്ത്രീകളാണ് ബെസ്റ്റ്. പുരുഷന്മാർ ഉണ്ട് എന്നാലും പൊതുവെ കുറവാണ്, അല്ലേ? നല്ല രീതിയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന പ്ലാൻ ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. എന്നാലും മെജോറിറ്റി നോക്കുമ്പോൾ സ്ത്രീകളാണ് കുറച്ചും കൂടെ അവിടെ എക്സ്പ്രസീവാണ്. ഗിഫ്റ്റ് കിട്ടിയാൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർ വളരെ കുറവാണ്. എത്രയൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനം അല്ലെങ്കിൽ സർപ്രൈസ് ആയ സാധനം കൊടുക്കാനും പുരുഷന്മാരെ എക്സ്പ്രസീവ് ചെയ്യാൻ കുറച്ച് അതങ്ങനെയാണല്ലോ, അല്ലേ? ആ ടോപ്പിക്കിലേക്കൊന്നും ഞാൻ പോണില്ല. എന്നാലും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൊടുക്കാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ. പിന്നെ എല്ലാ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ പോകട്ടെ, എന്താ പറയുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ചെറിയൊരു കുട്ടി വ്ളോഗ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.